നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇന്ന് HSA ഹിന്ദി അല്ലെങ്കിൽ HSA ഏത് സബ്ജക്റ്റിൻ്റെ ആയിക്കോട്ടെ ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെടുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ വിഷയങ്ങളിലേക്ക് കടക്കാം. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ പരമാവധി വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് SSK സമഗ്ര ശിക്ഷ കേരളം എന്നുള്ളത് നമുക്ക് നോക്കാം. SSKയുടെ ഫുൾ ഫോമാണ് സമഗ്ര ശിക്ഷ കേരളം. അതായത് SSAയും RMSAയും കൂടെ ലയിപ്പിച്ചായിരുന്നു പിന്നെ SSK വന്നത്. ഇത് പ്രീ സ്കൂൾ മുതൽ +2 വരെയുള്ള ഗുണമേന്മ വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ എക്സാംസിൻ്റെ സ്കൂളുകളിലെ, അത് തയ്യാറാക്കുന്നത് SCERT ആണെങ്കിലും അത് വിതരണം ചെയ്യുന്നത് SSK ആണ്. പിന്നെ SSK 2018 രൂപം കൊണ്ടതാണ്. പിന്നെ SSKയുടെ പ്രധാന സംരംഭങ്ങളായി പറയുന്നത് ശാസ്ത്രപഥം, ഗണിതോത്സവം, പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ, ഊരു വിദ്യാ കേന്ദ്രങ്ങൾ എന്നിവയാണ്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ശാസ്ത്രപഥം. വിദ്യാർത്ഥികൾക്ക് പഠനത്തോട് താല്പര്യവും അതേപോലെ തന്നെ ഒരു അന്വേഷണ ത്വരയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് +1 +2 തലത്തിലാണ് ഉള്ളത്. അടുത്തത് ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നു എന്ന് കാണിക്കാനാണ് ഗണിതോത്സവം. അടുത്ത സംരംഭമാണ് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതുവഴി പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നു എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഊരു വിദ്യാ കേന്ദ്രങ്ങൾ. ഇത് ഉദ്ദേശിക്കുന്നത് ഈ പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളുടെ തന്നെ പട്ടികവർഗ മേഖലയിലുള്ള രൂപമാണ് ഊരു വിദ്യാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് SSKയുടെ കീഴിൽ വരുന്ന BRC CRCകളെ നോക്കാം. ആദ്യം BRC നോക്കാം. BRC എന്ന് പറയുന്നത് ഇൻ സർവീസ് പരിശീലനത്തിനും അതേപോലെ തന്നെ തുടർച്ചയായ അക്കാദമിക സഹായം അധ്യാപകർക്ക് നൽകാനും വേണ്ടിയിട്ട് കൈറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകൃതമായതാണ്. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാമായിരിക്കും. BRC ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്നാണ് ഫുൾ ഫോം. അടുത്തത് നമുക്ക് CRC നോക്കാം. CRC അഥവാ ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്ററുകൾ നഗരത്തിലും ഗ്രാമത്തിലും ഉള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിടവ് നികത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് സ്കൂൾ തലത്തിലുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചൊന്ന് നോക്കാം. വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഇത് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ നമ്മുടെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിച്ച ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് eCube ഹിന്ദി ലാംഗ്വേജ് ലാബ് എന്ന് പറയുന്നത്. അതിപ്പോൾ കുറേ ടീച്ചേഴ്സിന് ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. അടുത്തതാണ് കിനാവ് എന്ന് പറയുന്നത്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ അനന്ത സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കിനാവ്. അതുപോലെ തന്നെ പഠിപ്പുറസി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ വേണ്ടി SSA മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു സംരംഭമാണ്. അടുത്തതാണ് ചിരി എന്ന് പറയുന്നത്. സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു ഹെൽപ്പ് ലൈനാണ് ചിരി എന്ന് പറയുന്നത്. പിന്നെ വിദ്യാനിധി, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7 തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ്. അതേപോലെ തന്നെ സഹിതം വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം തന്നെ സാമൂഹിക ബോധം വളർത്തുന്നതിനായിട്ട് ആരംഭിച്ചതാണ്. പിന്നെയുള്ളതാണ് യെല്ലോ ലൈൻ. ഇത് കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ്. സ്നേഹിത അറ്റ് സ്കൂൾ, അതായത് കുടുംബശ്രീ വഴി
കേരളത്തിലെ വിദ്യാലയങ്ങളിലെ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ ഉള്ളതാണ് സഹചാരി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സഹായിക്കുന്ന, അതായത് NSS NCC ത്രൂ ഒക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന കുട്ടികളെ ആദരിക്കുന്ന വേണ്ടിയാണിത്. പിന്നെ വരുന്നതാണ് കലാപാഠം. അതായത് സൗജന്യ നൃത്ത സംഗീത പരിശീലന പ്രോഗ്രാമാണിത്. പിന്നെ സമഗ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോർട്ടലാണ്. 1 മുതൽ +2 വരെയുള്ള കുട്ടികളുടെ പഠന പ്രക്രിയ ക്രമീകരിക്കാൻ വേണ്ടിയാണിത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വ്യക്തിത്വങ്ങളെ നോക്കാം. കൈറ്റ് വിക്ടേഴ്സിൻ്റെ CEO എന്ന് പറയുന്നത് K. അൻവർ സാദത്താണ്. അതേപോലെ SSKയുടെ ഡയറക്ടർ ഡോക്ടർ സുപ്രിയ AR ആണ്. അതേപോലെ SCRTയുടെ ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് വരിക. അപ്പോൾ ശിവൻകുട്ടിയാണ്, V. ശിവൻകുട്ടിയാണ്. ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK ആണ്, അതായത് SCRT ഡയറക്ടർ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി. അത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്നൊരു പദ്ധതിയാണ്. ഇത് SSK വഴി സ്റ്റാർസ് പദ്ധതിയായി സംയോജിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.